സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നാൽ ആ സാഹചര്യത്തെ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ വലുതാക്കുകയാണ് താങ്കൾ ചെയ്യുന്നത്. അനാവശ്യ ചിന്തകൾക്ക് പൂർണ്ണ വിരാമമിടുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ചിന്തിക്കുക. അനാവശ്യ ചിന്തകൾ ഒന്നും അനുവദിക്കരുത്. കൂടുതൽ ചിന്തിക്കുന്നത് തലയ്ക്ക് ഭാരമുണ്ടാക്കും. അതിനാൽ തലയെ സംരക്ഷിക്കുക. അഥവാ ഭാരം വന്നാൽ സമയം കണ്ടെത്തി അതിനെ ഭാരരഹിതമാക്കുക. എന്തെല്ലാം ചെയ്യാൻ ബാക്കിയുണ്ടെന്ന് കൂടുതൽ ചിന്തിക്കാതിരിക്കുക. പ്രയോജനകരമായതും ക്രിയാത്മകവുമായ ചിന്തകൾ സൃഷ്ടിക്കുക. എങ്കിൽ ശാന്തവും ഭാരരഹിതവുമായിരിക്കും. അപ്പോൾ ജോലികൾ നടന്നുകൊള്ളും. നിങ്ങളുടെ വിചാരങ്ങൾക്ക് 3P നിയമം ബാധകമാക്കുക. അവയാണ് പ്യോർ, പോസിറ്റീവ്, പവർഫുൾ. ഓർക്കുക, താങ്കളുടെ വാക്കുകളേക്കാൾ അവയ്ക്ക് പിന്നിലെ വിചാര വികാരങ്ങളാണ് പ്രത്യാഘാതമുണ്ടാക്കുന്നത്. മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന 4 വാക്കുകൾ: എന്ത്, എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ. ഇവ കാര്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കും സങ്കീർണതയിലേക്കും നയിക്കുന്നു. ഇവയില്ലെങ്കിൽ കാര്യങ്ങൾ ലളിതവും സരളവുമാകും. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് പ്രാപ്തമാകുന്നു. അതിനാൽ എവിടെയാണ് സങ്കല്പങ്ങൾ നിക്ഷേപിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതിൽ ഉറപ്പുവരുത്തുക. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുന്നു. മനസ്സിനെ കടിഞ്ഞാണിട്ട ഉടൻ തന്നെ നെഗറ്റീവിനെ സമാപ്തമാക്കൂ. മുഖത്തിലൂടെ സേവനം ചെയ്യൂ. ഒന്ന് പുഞ്ചിരിക്കൂ. താങ്കൾ പുഞ്ചിരിച്ചാൽ മറ്റുള്ളവർ പുഞ്ചിരി തിരിച്ചു നൽകും. താങ്കൾ എന്ത് ചിന്തിക്കുന്നുവോ അത് താങ്കളുടെ മുഖം വെളിപ്പെടുത്തും. സന്തോഷകരമായ കാര്യങ്ങൾ ചിന്തിക്കൂ. അത് താങ്കളുടെ മുഖത്ത് കാണപ്പെടും, താങ്കളുടെ പുഞ്ചിരിയിൽ. എന്റെ ശരീരത്തിന് സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ കിടക്കയിൽ വിശ്രമിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാറുമില്ല. പക്ഷേ ഞാൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്യും. പുഞ്ചിരിയിൽ വളരെയധികം പ്രചോദനമടങ്ങിയിട്ടുണ്ട്. വിഘ്നങ്ങൾ സൃഷ്ടിക്കരുത്. വിഘ്നങ്ങളെ പേടിക്കരുത്. എല്ലാവിധ വിഘ്നങ്ങളെയും മറികടക്കുന്നവരാകൂ. വിഷമിക്കരുത്. ധൃതി കൂട്ടരുത്. കൂട്ടിക്കുഴയ്ക്കരുത്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും വിധം കാര്യങ്ങളെ കൂട്ടിക്കുഴയ്ക്കരുത്. പേടി, വിഷമം, സംശയം ഇവ താങ്കളുടെ ഊർജവും ആന്തരിക ശക്തിയും ചോർത്തിക്കളയും. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഊർജവും ശക്തിയും ആർജിക്കൂ. ഈശ്വരനാണ് എന്റെ ശക്തിയുടെ ഉറവിടം. സദാ ഈശ്വരനുണ്ട്. സദാ ഈശ്വരനിൽ നിന്ന് ശക്തികൾ ലഭ്യവുമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നിശ്ചയമില്ലെങ്കിൽ അന്തർമുഖിയായി തന്റെ ഉള്ളിലെ ശാന്തതയിൽ സ്പർശിക്കൂ. ശാന്തിയിൽ വ്യക്തതയുണ്ട്.
അതിലൂടെ എന്താണ് ചെയ്യേണ്ടത് എന്നത് താങ്കൾക്ക് മനസ്സിലാകും. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ധരിക്കും എന്ന് വിഷമിക്കുന്നതിന് പകരം മറ്റുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിൽ ശ്രദ്ധിക്കൂ. എന്റെ ഒരു ഉപദേശി ഒരിക്കൽ പറഞ്ഞു, താങ്കളെ ഒരു ജോലി ഏൽപ്പിച്ചാൽ താങ്കൾക്കത് നിറവേറ്റുവാനുള്ള ശക്തിയും നൽകുന്നുണ്ട്. തന്നിൽ വിശ്വാസമർപ്പിക്കൂ. തന്റെ ആന്തരിക ശക്തിയിൽ ദൃഢവിശ്വാസമുള്ളവരായിരിക്കൂ. എപ്പോഴെല്ലാം ആരോടൊപ്പം കൂടിക്കാഴ്ച നടത്തുമ്പോഴും അവർക്കെല്ലാം ഞാൻ ജ്ഞാനത്തിന്റെയും ശക്തിയുടെയും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഗിഫ്റ്റ് പങ്കുവെക്കാറുണ്ട്. ഞാൻ ഈശ്വരനിൽ നിന്ന് ലൈറ്റും മൈറ്റും സ്വീകരിക്കുന്നു. എല്ലാം ശരിയാവുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസവുമുണ്ട്. ഈശ്വരൻ എന്റെ സുഹൃത്തും എന്റെ കൂട്ടുകാരനുമാണ്. ഈശ്വരന്റെ കൈ എന്റെ ശിരസിലും ഈശ്വരന്റെ കൈ എന്റെ കയ്യിലും ഉണ്ടെന്ന് ഞാൻ അനുഭവിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കുന്നു. പതിവായി എന്നോട് ചോദിക്കാറുണ്ട്, ദിവസം മുഴുവനും എന്താണ് പ്ലാൻ, എന്താണ് ചെയ്തത്? ഞാൻ കേവലം പാലന നൽകുന്നു, പങ്കുവെക്കുന്നു, പ്രചോദനം നൽകുന്നു. താങ്കൾ വിവാഹിതയാണോ എന്ന് ഒരിക്കൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഈശ്വരനുമായി. കുട്ടികളുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, 2. സന്തോഷം എന്റെ മകനും ശാന്തി എന്റെ മകളുമാണ്. ഞങ്ങൾ ഒരു ചെറിയ സന്തുഷ്ട കുടുംബമാണ്. ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് എന്റെ അഭിരുചി. ഞാനൊരു പ്രാസംഗികയോ ലേഖികയോ അല്ല. എനിക്ക് കേവലം എന്റെ ഹൃദയവും മനസ്സും കണ്ണുകളും എങ്ങനെ നന്നായി ഉപയോഗിക്കണമെന്നറിയാം. ഒരിക്കൽ ഒരു ഉപദേശി എന്നോട് ചോദിച്ചു, താങ്കൾ ആർക്കെങ്കിലും ദുഃഖം കൊടുക്കാറുണ്ടോ? ആ ദിവസം മുതൽ ഒരാൾക്കും ദുഃഖം കൊടുക്കാതിരിക്കാനും ദുഃഖം എടുക്കാതിരിക്കാനും ഞാൻ ശ്രദ്ധിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, താങ്കൾക്ക് ഇത്രയും ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഊർജം ലഭിക്കുന്നത് എന്റെ ആത്മീയതയിൽ നിന്നാണ്. ഈശ്വരനുമായുള്ള എന്റെ സമ്പർക്കത്തിലൂടെയും പോസിറ്റീവായ കർമ്മങ്ങളിൽ നിന്നുമാണ് എനിക്ക് ഊർജം ലഭിക്കുന്നത്. ഞാൻ ഒരു ഇന്ത്യക്കാരിയാണെന്ന ബോധമേ എനിക്കില്ല. ഞാൻ ഈ വിശ്വത്തിൻ്റെതാണ്. എന്റേത് ആഗോള പൗരത്വമാണ്. എന്റെ സന്തോഷം ഈശ്വരൻ എനിക്ക് നൽകിയ സ്വകാര്യ സ്വത്താണ്. അത് മോഷ്ടിക്കാൻ ഞാൻ ആരെയും ഒന്നിനെയും അനുവദിക്കില്ല. താങ്കളുടെ സമയത്തിനും മറ്റുള്ളവരുടെ സമയത്തിനും വില കൽപ്പിക്കൂ. സമയത്തെ സുഹൃത്താക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുക. വർത്തമാന നിമിഷത്തെക്കുറിച്ച് ബോധവാനാകുക. അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ചുവടുവെക്കുക. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നതിന് തയ്യാറായിരിക്കുക. വർത്തമാന സമയത്ത് ജീവിക്കുക അർത്ഥം ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുക, ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലുമില്ല. നിർഭയരായിരിക്കൂ. ഓരോ നിമിഷവും നിങ്ങളുടെ അന്തിമ നിമിഷമാണെന്ന് കരുതി ജീവിക്കൂ. പണത്തിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ താങ്കൾ മണിക്കൂറുകളും ശമ്പളവും എണ്ണും.
സ്നേഹത്തിനു വേണ്ടി ജോലി ചെയ്യൂ. നിങ്ങൾക്ക് ദിവസവും 16 മണിക്കൂർ ജോലി ചെയ്യാൻ സാധിക്കും. സന്തോഷത്തോടിരിക്കൂ, ഊർജ്ജസ്വലരാകൂ. വർത്തമാനകാലത്തിൽ ജീവിക്കൂ. വർത്തമാനത്തിലിരിക്കുമ്പോൾ എല്ലാം സന്തോഷകരമായിരിക്കും. താങ്കളുടെ അന്തരംഗം വൃത്തിയാക്കി വയ്ക്കൂ. മനോമാലിന്യങ്ങളെ തിരിച്ചറിഞ്ഞ് വലിച്ചെറിയുക. ആവശ്യമുള്ളത് മാത്രം സൂക്ഷിക്കുക. ആരെയും ശല്യപ്പെടുത്തരുത്. സ്വയം അസ്വസ്ഥനാവുകയും ചെയ്യരുത്. ആന്തരിക ശാന്തിയുടെ അനുഭവം നമ്മെ അശാന്തരാക്കുന്ന ചിന്നിച്ചിതറിപ്പോയ കഷണങ്ങളെ യോജിപ്പിക്കുന്ന പശ പോലെയാണ്. താങ്കളിൽ പരിവർത്തനമുണ്ടാകുമ്പോൾ മറ്റുള്ളവരും അവരിൽ പരിവർത്തനം കൊണ്ടുവരാൻ പ്രചോദിതരാകും. നിങ്ങൾ രോഗി ആയിരിക്കുമ്പോൾ നല്ല ക്ഷമ കാണിക്കുക. സന്തോഷത്തോടിരിക്കൂ. സന്തോഷം വിതരണം ചെയ്യൂ. സന്തോഷം പോലെ മറ്റൊരു പോഷകാഹാരം ഇല്ല. താങ്കൾ എന്ത് ചെയ്യുന്നുവോ മറ്റുള്ളവർ താങ്കളെ നോക്കി ചെയ്യും. ഓർമ്മിക്കുക, താങ്കൾ മാതൃകയാണ്, ലോകത്തിന് ഉദാഹരണമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് കേന്ദ്രീകരിച്ചാൽ ശാന്തി നിർഭരമായ മനസ്സും സ്നേഹനിർഭരമായ ഒരു ശുദ്ധ ഹൃദയവുമുള്ള നിങ്ങളുടെ ആന്തരിക സൗന്ദര്യം വ്യക്തമായി കാണാൻ കഴിയും. താങ്കളുടെ മൂല്യം അറിയുക. താങ്കൾക്കതറിയില്ലെങ്കിൽ മറ്റുള്ളവർക്കും അറിയില്ല. ഒരിക്കലും ഒരു കാര്യത്തിലും പ്രതികരിക്കരുത്. ഒരിക്കലും ആരെയും തള്ളിക്കളയരുത്. 3C സങ്കല്പത്തിൽ പോലും ഉപേക്ഷിക്കുക. 1. ക്രിട്ടിസൈസിംഗ്, മറ്റുള്ളവരെ വിമർശിക്കുക. 2. കമ്പയറിംഗ്, മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുക. 3. കംപ്ലൈനിംഗ്, മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയുക. ഒരുപാട് സംസാരിക്കരുത്. ദ്രുതഗതിയിൽ സംസാരിക്കരുത്. സാരയുക്തവും വ്യക്തവുമായിരിക്കണം. ഹൃദയം വിശാലമാക്കുക. പക്ഷേ അത് മറ്റുള്ളവർക്ക് അഴുക്കുകൾ നിക്ഷേപിക്കാനുള്ള അഴുക്കുകുട്ടയാകരുത്. ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങളുടെ ആശയങ്ങൾ വിനയത്തോടെ അവതരിപ്പിക്കൂ. അതിനുശേഷം വിടൂ. തന്റെ സുഹൃത്തായിരിക്കുക. എല്ലാവരുടെയും സുഹൃത്തായിരിക്കുക. ആരും തന്നെ എന്റെ ശത്രുവല്ല എന്ന അവബോധം നിലനിർത്തുക. മറ്റുള്ളവരുടെ നന്മ ദർശിക്കുക. എങ്കിൽ അവരുടെ കുറവുകൾ കാണുന്നത് ഉടൻ നിർത്തും. ഓരോരുത്തരിലും നന്മയുണ്ട്. ഓരോരുത്തരും അനന്യരാണ്. ആരും എന്നെക്കുറിച്ച് പരാതി പറയുകയോ ഞാൻ ആരെക്കുറിച്ചെങ്കിലും പരാതി പറയുകയോ ചെയ്യരുത് എന്ന ലക്ഷ്യം വയ്ക്കൂ. അഭിമാനത്തിലിരിക്കൂ. മറ്റുള്ളവർക്കും ബഹുമാനം കൊടുക്കൂ. മറ്റുള്ളവരെ നോക്കുന്നതും മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് നെഗറ്റീവായ അഭിപ്രായം പറയുന്നതും നിർത്തുക. നാം എല്ലാവരും വ്യത്യസ്തരും വ്യത്യസ്ത ഭാഗങ്ങൾ അഭിനയിക്കുന്നവരുമാണ്. താമരപുഷ്പം പോലെയാകുക. അത് ആവശ്യമുള്ളത് സ്വീകരിച്ച് അതിന്റെ മനോഹാരിതയെ കേടുവരുത്തുന്ന അഴുക്കിൽ നിന്നും ചെളിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. ഇവർ ഒരിക്കലും മാറുകയില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെടരുത്. ക്ഷമയോടിരിക്കൂ. അവരെ കൈവെടിയരുത്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് താങ്കളുടെ ദിവസത്തെ തിരിഞ്ഞു നോക്കി പരിശോധിക്കുക.
ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഒരു നെഗറ്റീവും താങ്കളുടെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകരുത്. വളരെയധികം ആന്തരിക ശാന്തി സ്വരൂപിക്കൂ. എങ്കിൽ നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിലും ഒരു സമയത്തും ആന്തരിക ശക്തി നഷ്ടപ്പെടുകയില്ല. ഒരു മിനിറ്റ് നേരത്തേക്ക് ശാന്തിയുടെ അനുഭൂതി ചെയ്യൂ. എങ്കിൽ അതിന്റെ ശക്തി ആ മണിക്കൂർ മുഴുവൻ നിലനിൽക്കും. മനസാക്ഷിയെ ശ്രദ്ധിക്കൂ. ശരിയെന്തെന്ന് താങ്കൾ മനസ്സിലാക്കിയാൽ ശരിയല്ലാത്തത് ചെയ്യാൻ ആർക്കും താങ്കളെ സ്വാധീനിക്കാൻ കഴിയില്ല. നമ്മുടെ ഏറ്റവും അമൂല്യമായ സ്വത്താണ് നമ്മുടെ കണ്ണുകൾക്ക് തൊട്ടുപിറകിലുള്ള ആത്മാവ്. ഈ സ്വത്തിനെ പരിപോഷിപ്പിക്കൂ. സ്നേഹം മറ്റുള്ളവരുടെ ഹൃദയത്തെ മൃദുലമാക്കുന്നു. സ്നേഹത്തിന് മറ്റുള്ളവരെ ശാക്തീകരിക്കാനും കഴിയും. എന്നോട് ചോദിക്കാറുണ്ട്, താങ്കൾ എപ്പോഴാണ് വിരമിക്കുന്നത്? എനിക്ക് ക്ഷീണമേയില്ല, പിന്നെ ഞാനെന്തിനെ റിട്ടയർ ചെയ്യണം? വിവേകത്തിന്റെ ഒരു പോയിന്റിൽ താങ്കൾ പ്രചോദിതരായാൽ അതിനെക്കുറിച്ച് മനനചിന്തനം ചെയ്യൂ. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ അത് നിങ്ങളുടെ സ്വഭാവത്തിലേക്കും ജീവിതത്തിലേക്കും അരിച്ചിറങ്ങും. വിഷമിക്കാതിരിക്കൂ, ചിന്തിക്കൂ. എല്ലാം നല്ലതിനാണ്. എന്ത് സംഭവിച്ചുവോ അത് നല്ലതിനാണ്. എന്ത് സംഭവിക്കുന്നുവോ അതും നല്ലതിനാണ്. സംഭവിക്കാനിരിക്കുന്നതും നല്ലത് തന്നെ ആയിരിക്കും. ഒരിക്കലും പ്രത്യാശ കൈവിടരുത്. ജീവിതമാകുന്ന നാടകത്തിൽ വിശ്വാസം അർപ്പിക്കുക. ഓർക്കുക, ജീവിത നാടകത്തിലെ ഓരോ രംഗവും താങ്കൾക്ക് നന്മയുള്ളതാണ്. എപ്പോഴെങ്കിലും മോശമായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഓർക്കുക, എല്ലാറ്റിലും നന്മയുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കുക. പലപ്പോഴും നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്ന രംഗങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. സമയം വരുമ്പോൾ ജീവിതം അതിന്റെ വിശദീകരണം നൽകുമെന്ന് വിശ്വസിക്കുക. മനസ്സിനോട് പറയുക, കാത്തിരുന്ന് കാണാം. സമയം എന്നോട് പറയുന്നു, ജീവിക്കുക, ഓരോ നിമിഷവും സഫലമാക്കുക. എനിക്കൊരു ചെറിയ അപേക്ഷയുണ്ട്. ദയവായി അസ്വസ്ഥമാകുന്ന ശീലത്തെ ഉപേക്ഷിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ ഓർക്കുക, ഓം ശാന്തി. ഞാൻ ശാന്തസ്വരൂപ ആത്മാവാണ്. തന്റെ ഉള്ളിന്റെ ഉള്ള് ശാന്തമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. തന്റെ ഉള്ളിന്റെ ഉള്ള് ശാന്തമാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അതിലൂടെ താങ്കൾക്ക് പരിഹാരത്തിനുള്ള ഒരു ബൃഹത് ശക്തി വന്നു ചേരും. സത്യം പറയുക, അത് സ്നേഹത്തോടെയാകട്ടെ. ശ്രദ്ധയോടെ സംസാരിക്കൂ. വാക്കുകൾക്ക് ഹൃദയത്തെ മുറിവേൽപ്പിക്കാനും ഉണക്കാനും കഴിയും. വെല്ലുവിളികൾ വരികയും പോകുകയും ചെയ്യും. അവ വരുന്നത് നിങ്ങളെ സഹായിച്ച് മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയാണ്, പിന്നിലേക്ക് തള്ളുന്നതിനല്ല. കൂടുതൽ അനുഭവങ്ങൾക്കുള്ള അവസരങ്ങളാണവ. നിങ്ങൾക്ക് അസംഭവ്യത്തെ സംഭവ്യമാക്കാൻ കഴിയും. അതിനു വേണ്ടത് വിവേകവും വിശ്വസ്തതയും വിശ്വാസവുമാണ്. ഇവയുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കാനായി കാത്തിരിക്കില്ല, പക്ഷേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആരെങ്കിലും നിഷേധാത്മകമായി എന്തെങ്കിലും പറയുകയാണെന്നിരിക്കട്ടെ, നിങ്ങൾ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ
കളയുക. സ്നേഹം, ബഹുമാനം, സത്യത, വിനയം, ഐക്യം, ഈ 5 മൂല്യങ്ങളെ പര്യവേഷണം നടത്തുക. താങ്കളുടെ ജീവിതത്തിന്റെ അടിത്തറ ഇതിൽ പടുക്കുക. ലോകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക. പക്ഷേ അത് താങ്കൾക്ക് നഷ്ടം വരുത്തുന്ന വിധത്തിലായിരിക്കരുത്. ഒരു നക്ഷത്രമായി വിശ്വമെമ്പാടും പ്രകാശം വർഷിക്കൂ. ശാന്തതയോടിരിക്കൂ, ശാന്തിയോട് ശ്വസിക്കൂ, ശാന്തരായിരിക്കൂ. എങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ശാന്തിയുടെ പ്രകമ്പനങ്ങൾ വിദൂരതയിലേക്കും വിസ്തൃതമായും വ്യാപിക്കും. ചിന്തിക്കൂ, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. അറിയൂ, എല്ലാവരും ഒരു ഈശ്വരന്റേതും ഒരു കുടുംബത്തിലേതുമാണ്. ഈ മനോഭാവത്തിലൂടെ സ്നേഹത്തിന്റെ ശക്തി വിശ്വത്തിൽ നിറയ്ക്കൂ. നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയുണ്ട്. ചെറിയ കാര്യങ്ങളെ വലുതാക്കരുത്, മറിച്ച് വലിയ കാര്യങ്ങളെ ചെറുതാക്കൂ. എവിടെ ക്ഷമയുണ്ടോ അവിടെ ശാന്തിയുണ്ട്. എവിടെ ശാന്തിയുണ്ടോ അവിടെ സ്നേഹവുമുണ്ട്. ഇത് ഏത് കാര്യവും സംഭവ്യമാക്കും. വിനയം ഹൃദയത്തെ വിശ്വസ്തവും വിശാലവും വിശുദ്ധവുമാക്കും. അത് താങ്കളെ എല്ലാവരുമായും സഹയോഗത്തിനും സഹജബന്ധുത്വത്തിനും സഹായമേകും. തന്നോട് സത്യത പുലർത്താൻ ധൈര്യം ആവശ്യമാണ്. അന്തർമുഖിയാകൂ, ധൈര്യത്തെ ആവാഹിക്കൂ. സത്യസന്ധത എന്നാൽ കേവലം മനസ്സിലുള്ളത് സംസാരിക്കലല്ല, അന്തരംഗത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമായി വീക്ഷിക്കുക എന്നതാണ് സത്യസന്ധത. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ്. എനിക്ക് എപ്പോഴും പഠിക്കണം എന്നതാണ് ഈ ജീവിതത്തിൽ എനിക്ക് തോന്നാറുള്ളത്. എന്റെ ആന്തരിക അവസ്ഥ അങ്ങനെയായിരിക്കണം. ഒരു നെഗറ്റിവിറ്റിയിലും ഞാൻ പ്രഭാവിതമാക്കരുത്, മറിച്ച് എന്റെ സാന്നിധ്യം എല്ലാ നെഗറ്റീവുകളിലും പോസിറ്റീവിന്റെ പ്രഭാവം സൃഷ്ടിക്കണം. മുൻകൂട്ടി സംശയം വന്നാൽ താങ്കൾക്കെങ്ങനെ നല്ല ഫലം പ്രതീക്ഷിക്കാൻ കഴിയും? താങ്കൾ എന്തു ചെയ്യുന്നു എന്നതിലൂടെ സ്വയത്തിന് യോഗ്യത വരില്ല. ചെയ്യുന്ന കർമ്മത്തിൽ മൂല്യങ്ങളും ഗുണങ്ങളും കൊണ്ടുവരുമ്പോഴാണ് അതുണ്ടാകുന്നത്. വിവേകശാലിയായിരിക്കുക അർത്ഥം സാഹചര്യങ്ങളെ ധാരണയോടെയും ശ്രദ്ധയോടെയും സഹാനുഭൂതിയോടെയും ഗ്രഹിച്ച് പ്രതികരിക്കുക. ഒരു അഭിനേതാവ് മറ്റൊരു അഭിനേതാവിന്റെ വേഷത്തിൽ ശ്രദ്ധിക്കുകയില്ല. അഭിനേതാക്കൾ അവരവരുടെ വേഷങ്ങളുമായി മുന്നേറി അവരവരുടെ കഴിവിന്റെ പരമാവധി അഭിനയിക്കൂ. കഴിഞ്ഞതിനെ കഴിഞ്ഞതായി കണക്കാക്കൂ. ഭാവിയെക്കുറിച്ച് ഒരു അസ്വാഭാവിക പ്രതീക്ഷയും വെക്കരുത്. സ്വയത്തോട് ചോദിക്കൂ, ഈ നിമിഷത്തിൽ കൃത്യമായി എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? പരിവർത്തനത്തിന് മറ്റുള്ളവരെ കാത്തിരിക്കരുത്. മനസ്സിലാക്കുക, ഇതാണ് സ്വപരിവർത്തനത്തിനുള്ള സമയം. മറ്റുള്ളവരുമായി ഒരുമിച്ച് പോകുന്നതിനായി താങ്കളുടെ വ്യക്തിത്വത്തെ മറ്റുള്ളവരുടേതുമായി പൊരുത്തപ്പെടുത്തൂ. വഴങ്ങുന്ന സ്വഭാവക്കാരാകൂ. അതേസമയം താങ്കളുടെ സത്യത കാത്തു സൂക്ഷിക്കൂ. ഹൃദയം തുറന്ന് പരിശോധിക്കൂ. താങ്കൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായ ചിന്തകളുണ്ടോ? ഉണ്ടെങ്കിൽ
എല്ലാവരെ പ്രതിയും ഹൃദയത്തിൽ ശുഭവിചാരങ്ങളും ശുഭഭാവനയും കൊണ്ടുവരിക. താങ്കൾക്കു ചുറ്റും എന്ത് തന്നെ സംഭവിച്ചാലും താങ്കളുടെ ആന്തരിക സ്ഥിരത ഉറച്ചതാക്കാനും അത് നിലനിർത്താനും ശ്രദ്ധിക്കുക. എന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയിരുന്നാലും, എത്ര ചുമതലകൾ ഉണ്ടെങ്കിലും എന്റെ നിത്യേനയുള്ള മെഡിറ്റേഷനും ആത്മീയ പഠിപ്പും ഞാൻ പാലിക്കാറുണ്ട്. ഒരു കാര്യം ശരിയാണ് അഥവാ ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ചെയ്യൂ. വെറുതെ ചിന്തിച്ചാൽ പോരാ, ചെയ്യണം. ഇത് താങ്കൾക്ക് ഊർജം പകരും. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആളുകൾ പിൻവാങ്ങും. എന്നാൽ ഒരു പാലമുണ്ടെങ്കിൽ അക്കരെ കടക്കും. ഒരു പാലമാകൂ, തടസ്സമാകരുത്. സഹാനുഭൂതിയുടെ മനോഭാവത്തോടെ ശാന്തമായ വായുമണ്ഡലം സൃഷ്ടിക്കൂ.